നമ്മളപ്പോൾ സംശയം നൈസായിട്ട് കുറച്ച് നടക്കാറിങ്ങ കേട്ടോ. അവിടെ ഒരു 300 മീറ്റർ അപ്പുറത്തൊരു ടീ എസ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സൈഡിൽ വെച്ചൊരു പാലം കണ്ടു, തൂക്കുപാലം. നമുക്ക് അതൊന്ന് വിസിറ്റ് മാടാം. അപ്പോൾ ഇതൊരു പാലമുണ്ട്, ഇതിന്റെ സൈഡിൽ തന്നെ ഒരു തൂക്കുപാലമുണ്ട്. ഈ പാലത്തെ കയറി അപ്പുറം എന്നിട്ട് നമുക്ക് തൂക്കുപാലത്തെ കയറാൻ പറ്റും. ആണോ? ഇതാ തൂക്കുപാലം. എന്തേ അടിസാക്കേ എടുത്ത നാട് പോലെ തന്നെ ഉള്ളല്ലേ. നമ്മുടെ നടന്നത് സംശയുടെ ഗ്രാമങ്ങളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സംശയം ഒന്നാമത് ഒരു ഗ്രാമോ. നമ്മളെ ഈ കാട്ടിലെ ഒരു റിസോർട്ട് ഉണ്ട്, കോഫി ഗുഡ റിസോർട്ട്. പക്ഷെ നമ്മൾ പൂട്ടി വെച്ചേക്കും. ഇവിടെ ഒരു വഴിയുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ നാളെ പോകുന്ന ഗ്രാനി ഹിൽസിലേക്ക് ട്രക്കിംഗ് റൂട്ട്. ഇത് ക്ലോസ് ചെയ്തിട്ടില്ല, ഇത് വെറുതെ അടച്ചിട്ടേക്കായിരുന്നു. വിഷ്ണു ഒരു ബുദ്ധിമാൻ തന്നെ, ഞങ്ങളൊരു പൊട്ടന്മാരുണ്ട്. ഇപ്പം എടാ നമ്മുടെ നാട്ടില് എന്റെ വീടിന്റെ അപ്പുറത്തെ വഴിയൊക്കെ ഇങ്ങനെ. നമ്മുടെ റിസോർട്ടിന് അടുത്തെത്തി കേട്ടോ. ഇവിടെ ഇതെന്ത് ചെടിയാടാ? ഇത് കാപ്പിയാണ്. ഓ ശരി, ഇതിന്റെ പേര് പോലെ തന്നെ കോഫി കാപ്പിച്ചെടിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു റിസോർട്ടാണ് ഇത്. എത്തി കോഫി ഗുഡ. ഈ പട്ടിക്കാട്ടിലൊക്കെ റിസോർട്ട് ഉണ്ടല്ലേ? പാലം കയറാൻ പോലെ. അങ്ങനെ കുതിരമുക്കിൽ എത്തി ഗൈസ്. അവിടെ ഒരു കുതിരയുടെ കുതിര നിൽക്കുന്ന മുക്കിൽ നമ്മൾ എത്തി ഗൈസ്. ഉഫ്, കുതിരക്ക് വയ്യ കേട്ടോ. കുതിര അടുത്ത് ഒറിജിനലാണോ? ഇതാണ് കുതിരമുക്ക്. അങ്ങനെ കുതിരമുക്കിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ടാർപ്പേട്ടൊരു കുതിര. കുതിരമുക്കിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് കുതിരമുക്ക്. കുതിരയുണ്ട്, മുഖമുണ്ട്. ഇനി കുതിരപ്പുറത്ത് കയറണം എന്നുള്ള നമുക്ക് പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ തൂക്കുപാലം. നമ്മൾ ആ തൂക്കുപാലത്തിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ വെള്ളം ഭയങ്കര ഫിറോഷ്യസ് ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ 2 കാളയുടെ പ്രതിമയും കാണാം. കാളക്കൊമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാളത്തിരിഞ്ഞിരിക്കുക, വാലിടിഞ്ഞിരിക്കുക കാളകൾ. ഒരു നിരാശാജനകമായ കാഴ്ച നമ്മൾ കാണാൻ പറ്റും. നമ്മൾ ഇത്ര വലിയ കാര്യത്തിൽ ഇവിടെ കഷ്ടപ്പെട്ട് നമ്മൾ ഈ തൂക്കുപാലത്തിൽ കയറാൻ വേണ്ടി വന്നതാണ്. തൂക്കുപാലം ക്ലോസ്ഡ് ആണ്. തൂക്കുപാലത്തിന്റെ വഴി ഇങ്ങനെ ആട്ടോ പോകുന്നത്. ഇത് ക്ലോസ്ഡ്. നമുക്കിനി മതില് ചാടി പോകേണ്ടി വരും. ഇതാണ് തൂക്കുപാലം കേട്ടോ. മറ്റേ ഒറിജിനൽ പാലം ഇവിടെ ഉണ്ട്. തൂക്കുപാലം ഇവിടെ കാണാം. ഇത് ക്ലോസ്. നമ്മൾ റിസ്ക് എടുക്കുന്നില്ല, കാരണം നല്ല പഴക്കമുള്ള വേണ്ടേ. നമുക്ക് പോവാം, അതാണ് ബെറ്റർ. കോട്ടിന്റെ അകത്തെത്തി കേട്ടോ. ഇവിടെ കോഫി ഗുഡ്. ഇവിടെ ഒരു ബാഡ്മിന്റൺ കോട്ടൊക്കെ ഉണ്ട്. പക്ഷെ ബാഡ്മിന്റൺ കോട്ട് അവിടെ മൊത്തം വെള്ളം കയറിയിരിക്കും, ആരും കളിക്കാനൊന്നുമില്ല. ഇവിടെ പാർക്കിംഗ് ആണെന്നാണ് പറയുന്നത്. പാർക്കിങ്ങിന്റെ ഒരു ബോർഡ് കാണും. നമുക്കിത് എവിടെയും കോഫി ഗുഡാന്ന് എഴുതിയിട്ടുണ്ട്. ആരും ഉണ്ടോ എന്തോ. പൂളൊക്കെ ഉള്ള റിസോർട്ട് ആണോ? സംശയിൽ പൂൾ റിസോർട്ട് ഉണ്ട്. പഴയ ഒരു ചേതക്കാണ്. അല്ലെങ്കിലും പൂളി ചാടാൻ പോകണോ? എന്ത് പറയുന്നത്? ഇവിടെ പൂളും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ വേറൊരു ബിൽഡിങ്. ഇത് അണ്ടർ കൺസ്ട്രക്ഷൻ ആട്ടോ. ഇവിടെ ഒരു ബെഞ്ചുണ്ട്. പിന്നെ ഇവിടെ പ്ലേ ഗ്രൗണ്ട് ഏരിയ പോലെ സെറ്റപ്പ് ഉണ്ട്. ഇവിടെ വിഷ്ണുവിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി കൊടയൊക്കെ താത്തി പിടിച്ചാൽ വരുന്നത്, ബിലാലിക്കെ പോലെ. വിഷ്ണു ആരാ? സെലിബ്രിറ്റിയോ? പൂള് അടിപൊളിയാന്ന് തോന്നുന്നു കേട്ടോ. പൂള് കാണിച്ചത് നല്ല കിട്ടില്ല വ്യൂ. പൂള് കേട്ടോ. നിങ്ങൾ സ്റ്റേക്കേഷനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 3 വയനാടൊക്കെ മാറ്റി പിടിക്കും. നിങ്ങൾ സംശയിലേക്ക് വരും അല്ലേ? സംശയം ഒരു അണ്ടർ റേറ്റഡ് സ്ഥലമാണ്. ഈ പൂളിൽ നിങ്ങൾ ഈ ക്ലൈമറ്റിൽ ഒന്ന് നോക്കി, അടിപൊളി ക്ലൈമറ്റ്. നല്ലൊരു മഴ വെതറും നല്ല അടിപൊളി കോഫി പ്ലാന്റേഷൻസും പിന്നെ കവുങ്ങും എല്ലാം ഉള്ളൊരു അടിപൊളി സ്ഥലം. നിങ്ങളൊരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് ഇത് പ്ലാൻ ചെയ്യാം. ഫ്രം മാംഗ്ലൂരൊക്കെ ആണെങ്കിൽ. ഇവിടുന്ന് നമ്മളായാലും തൂക്കുന്നതിന് മുമ്പ് നമുക്ക് പയ്യെ സ്കൂട്ടാവാം, അതാ ബെറ്റർ. നമുക്ക് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവാം. ഇറങ്ങിയോ റിസോർട്ടിൽ തിരിച്ചു പോവാം. അവിടെ ഓൾറെഡി കുറച്ച് പേരുണ്ട്. ചിലപ്പോൾ ഇവിടെ ആയിരിക്കും നാളെ ഗ്രാനി ഹിൽസ്. നല്ല ഒഴുക്കാട്ടോ, വെള്ളം കണ്ടോ, നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്നു. പക്ഷെ നമ്മുടെ നാടാന്നേ പറയത്തുള്ളൂ. ഇത് കർണാടകയിലെ സംശയ ഗ്രാമം എന്നും പറഞ്ഞാൽ ഒന്നും നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. നമ്മുടെ നാട്ടിലെ വള്ളങ്ങളത്തെ പാലം നിറഞ്ഞു കഴിഞ്ഞ് ഒഴുകുന്ന പോലെ ഉള്ളൂ. നമുക്ക് ടീ പ്ലാന്റേഷൻസിലേക്ക് പോവാം. അപ്പൊ നമ്മള് എന്തായിരുന്നു, ഹാങ്ങിങ് ബ്രിഡ്ജ് കഴിഞ്ഞു. ഹാങ്ങിങ് ബ്രിഡ്ജ് കയറാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ നടന്ന് ടീ പ്ലാന്റേഷനിൽ വന്നു. ഇതാണ് ടീ പ്ലാന്റേഷൻ കണ്ടോ. ഇതാണ് സംശയം വന്നിട്ടുള്ള കുളം. ടീ പ്ലാന്റേഷൻ കാണാൻ പറ്റുന്നത്. സുനിലാണ്ടന്റെ ടീ പ്ലാന്റേഷൻ. സുനിലാണ്ടന്റെ ആണോ ഇത്? ഇത് നമ്മൾ മൂന്നാർ വയനാടൊക്കെ പോകുമ്പോൾ കാണുന്ന ആ ഒരു ടൈപ്പ് ഓഫ് വ്യൂ ഈസ് ഹിയർ ഇൻ സംശയ കർണാടക. ഇത് കുറെ പട്ടികൾ വരുന്നുണ്ട് കേട്ടോ. എടാ അവിടെ അതിന്റെ നടുക്ക് അവിടെ ഒരു ചെറിയ അരുവിയുണ്ട്. അവിടെ നമുക്ക് അരുവി പോയി നോക്കാം. നീ പറഞ്ഞോ സുനിലാണ് ഇവിടുത്തെ ATM എന്ന്?
ഞാൻ പറഞ്ഞില്ല. ഇത് ATM ആണ്. ഇവിടെ ATM-ന്റെ ബോർഡുണ്ട്. ഇതാണ് സുനിലണ്ണന്റെ ATM. സുനിലണ്ണന്റെ ATM-ന്റെ പരസ്യമാണിത്. ഇതെവിടെ കളി തുടങ്ങി. അയ്യോ വീഡിയോ വന്നു. ഇത് അവിടെ ഒരു ചെറിയ അരുവിയുണ്ട് അവിടെ എന്നെനിക്ക് തോന്നുന്നു. ഈ ഹില്ലിൻ്റെയും ആ ഹില്ലിൻ്റെയും നടുക്കായിട്ടുള്ള ആ ഏരിയയിൽ നമുക്ക് അവിടെ പോയി നോക്കാം. ഇവിടെ നിറച്ച് ചള്ളയ. അയ്യോ ചവിട്ടുമ്പോൾ തന്നെ കാലെല്ലാം ചള്ളയാവുന്നു. നിറച്ച് ചള്ളയ. അങ്ങോട്ട് പോയി നോക്കാം എന്താ അവിടെ ഉള്ളതെന്ന്. സുനിലണ്ണന് സ്വന്തമായിട്ട് വാട്ടർഫോൾ ഉണ്ടെന്ന് പറഞ്ഞ അവിടെ. സുനിലണ്ണൻ അതിന് പണ്ട് സുനിൽ വാട്ടർഫോൾ എന്നാണ് പേരിട്ടിരുന്നത്. എന്നിട്ട് നേത്രാവതി ഫേമസ് ആയി കഴിയുമ്പോൾ സുനിലണ്ണൻ നേത്രാവതി വാട്ടർഫോൾ അതിന് പേര് മാറ്റി. സുനിലണ്ണന്റെ വീട്ടിനപ്പുറത്തുള്ള വാട്ടർഫോളാണ്. സുനിലണ്ണൻ അവിടെ ആളെ കൊണ്ടുപോകാറുണ്ട്. ഇതാണ് അരുവി. ഇതാണ് അരുവിക്കുഴി. കുഴിയിൽ കൂടെ ഒഴുകുന്ന അരുവി. ഒരു ചെറിയ അരുവിയുണ്ട് കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ വീണ ചെറിയൊരരുവി. കൊള്ളാല്ലേ? വ്യൂ ഉണ്ട് കേട്ടോ. ഫ്രെയിമുള്ള. അപ്പൊ കുറെ നേരം ടീ പ്ലാനേഷൻ സ്പെൻഡ് ചെയ്തോ. നമ്മളിവിടെ കുറച്ച് ഫോട്ടോഷൂട്ട് നടത്തി. വിഷ്ണു അങ്ങ് അറ്റത്ത് അവിടെ പോയിട്ട് ഫോട്ടോ എടുത്തു. ഞാനും ശ്രീരാജിയുടെ വെള്ളച്ചാട്ടത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തു. വിഷ്ണുവിന്റെ അറ്റ എടുത്തു. നമുക്ക് തിരിച്ചു പോവാം. 300 മീറ്റർ നടന്ന് നമ്മൾ സത്യം എയിലോ സംശയം നമ്മുടെ നവനീതേട്ടൻ പറയുന്നത് വെച്ചാൽ ഇത് ഭയങ്കര ചെറിയൊരു സ്ഥലമാണ്. പക്ഷെ അത്യാവശ്യം സ്ഥലമുണ്ട് അല്ലേ. ഇവിടെ കുറച്ച് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ചായ കുടിക്കാൻ ഒരു സ്പോട്ട് തപ്പാം. നമ്മൾ ഈ ചായക്കടയിലെത്തി. ചായക്കട എന്ന് പറഞ്ഞാൽ നമ്മുടെ ബസ് സ്റ്റാൻഡ് കേട്ടോ. ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഒരു ചായക്കട. അവിടെ വിഷ്ണു മുട്ട ബജി കരുതുന്നുണ്ട്. ചായ ഫാക്ടറി അല്ല ബജ്ജി ഫാക്ടറി. അന്നവിടെ മുളക് ബജി ഉണ്ടാക്കുന്നുണ്ട്. ആലു ബജി, മുട്ട ബജി അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. മുട്ടയില്ല, ചായ അകത്തിട്ടുണ്ടാകും. ചായക്കൂടെ ചാ എന്നാ പറയുന്നത്. കോഫി വന്നു. ഇതാണ് നമ്മുടെ അക്ക. ഇഷ്ടം ചായ കുടിക്കുന്നു. ഇരുട്ടി തുടങ്ങി കേട്ടോ. നമ്മൾ ചായയും കുടിച്ചു, ബജ്ജിയൊക്കെ കഴിച്ചു. അണ്ണൻ ബജ്ജി പ്രൊഫഷൻ തുടരുകയാണ്. നമുക്ക് പോവാം. ഹോഗു അതെന്താ ട്രക്കിംഗ് അല്ലേ? ടീ പ്ലാന്റേഷൻ ട്രക്ക് ഹോഗു ഹേ. ഇരുട്ടി കേട്ടോ, ഭയങ്കരമായിട്ട് ഇരുട്ടി പെട്ടെന്ന്. ഇപ്പൊ സമയം എന്തായി? ആ വ്യൂ കണ്ടോ? ആ കൈ മാറ്റിക്ക്. ഇതാണ് സംസേ പട്ടണം.